ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം താമസിക്കുന്ന ചില വീടുകളിൽ കിണറുകളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്ന സാഹചര്യത്തിൽ ഭൂജല വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. നഗരസഭയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരൻ പരിശോധന നടത്തിയത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് ഉടൻ അയക്കുമെന്നും മുരളീധരൻ STVയോട് പറഞ്ഞു. ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം താമസിക്കുന്ന 5ഓളം വീടുകളിലെ കിണറുകളിലാണ് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കിണറിൻ്റെ സൈഡ് ഭാഗത്തു നിന്നും ഉറവ് പൊട്ടി കിണറ്റിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതോടെയാണ് ചില വീട്ടുകാർ ഈ വിവരം ആദ്യം അറിയുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ജലം ഉയർന്നു വന്നിട്ടുണ്ടാകും. വീട്ടുകാർ വിവരം നഗരസഭാ അധികാരികളെ അറിയിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച വൈകിട്ടോടെ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരനും സംഘവും വീടുകളിലെ കിണറുകൾ പരിശോധിക്കാനെത്തിയത്. വീട്ടുകാർക്കുണ്ടായ ആശങ്കയെ തുടർന്നാണിത്. പൊതുകിണറിലും സംഘം പരിശോധന നടത്തി. ഒരു സർട്ടൻ പീരീഡ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ആ ഉള്ള കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു വിത്ത പ്രഷർ അത് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു ചെറിയൊരു ടൈം ഇൻ്റർവെൽ ചിലപ്പോൾ അത് റിപ്പീറ്റഡായി വന്നോളന്നില്ല. ഇതും കൂടെ നോക്കാം, കുളത്തിൻ്റെ വർക്കിൻ്റെ നോക്കാം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് പരിശോധിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇപ്പോൾ ശേഖരിച്ച വെള്ളം തിങ്കളാഴ്ച എറണാകുളത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്നും ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരൻ STVയോട് പറഞ്ഞു. ഒരു വെല്ലം കൂടി ഉണ്ട്, മുകളിലൊരു വെല്ലം കൂടി ഉണ്ട്, നോക്കിയിട്ട് നമുക്ക് പറയാം. നിഗമനത്തിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല, നമ്മുടെ സാമ്പിളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അധികൃതർ കുളഞ്ചേരി കുളവും സന്ദർശിച്ചു. KB മുരളീധരനൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, കൗൺസിലർമാർ സെക്രട്ടറി രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.